ഹായ് ഹലോ മക്കളെ, യെസ് അവിനാമിസ് ആണ്. അപ്പം നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കളെ എജുപോഡിനൊപ്പം ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 2ലേക്ക് പോവാം അല്ലേ. ചാപ്റ്റർ 2 ഏതാണ്? കാന്തിക ലോകത്തെ അത്ഭുതം അല്ലേ. നിങ്ങൾക്കറിയാം എന്താ ഇതിൽ മുഴുവനായിട്ട് നമ്മളെ കാന്തങ്ങളെ പറ്റി ത്രൂ ഔട്ട് നമ്മൾ മാഗ്നറ്റിനെ പറ്റിയായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും നമ്മളെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അവസരമാണ്. എന്താ ഇതാ ഈ ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം എന്നുള്ള. തേഴ്സ്ഡേ സ്റ്റാർട്ട് ആവുന്നുണ്ട്, നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ചാപ്റ്ററിലേക്ക് തിരിച്ചു വരാം. ഏതായിരുന്നു നമ്മളെ ചാപ്റ്റർ? കാന്തം അല്ലേ, കാന്തിക ലോകത്തെ അത്ഭുതം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു സാധനത്തിനും എന്തുണ്ട്, ഒരു സ്റ്റാർട്ടും ഒരു എൻഡും ഉണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് മാഗ്നറ്റിൻ്റെ കാര്യത്തിലും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റും ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് നോർത്ത് പോളും സൗത്ത് പോൾ അല്ലെങ്കിൽ ഉത്തര ധ്രുവം അല്ലെങ്കിൽ എന്താ ദക്ഷിണ ധ്രുവം എന്ന് പറയാം. ഓക്കെ, ഈ മാഗ്നറ്റിൽ നോർത്തും സൗത്തും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്കറിയാം മാഗ്നറ്റ് എന്താണ്? ചില സാധനങ്ങളൊക്കെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ ആകർഷിക്കും. ചില സാധനങ്ങളൊക്കെ എന്താണ്, അവിടെ റിപ്പൾഷന നടക്കുക അല്ലെ, വികർഷണമാണ് നടക്കുക. എന്ത് ചെയ്യില്ല, അട്രാക്ട് ചെയ്യില്ല. ഓക്കെ, അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയേ, ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കേ. ഇതാ ഇവിടെ നമുക്ക് ഒന്നാമത്തെ പിക്ചർ ഇതാണ്, രണ്ടാമത്തെ പിക്ചർ ഇതാണ്. അപ്പോൾ ഒന്നാമത്തെ പിക്ചർ ഇവിടെ എന്താ നടക്കുക? അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ, അതായത് ആകർഷണമാണോ വികർഷണമാണോ? നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം കേട്ടോ. എന്താണ്? രണ്ടടുത്തടുത്തുള്ള പോൾസ് നിങ്ങൾ നോക്കുക, രണ്ടടുത്തടുത്തുള്ള ധ്രുവങ്ങൾ നിങ്ങൾ നോക്കുക. ഒരേപോലെയാണെങ്കിൽ അവിടെ എന്ത് മാത്രമേ നടക്കുള്ളൂ? വികർഷണമാണ് നടക്കുക. എന്താ നടക്കുക? വികർഷണം അല്ലെങ്കിൽ എന്താണ്? റിപ്പൾഷൻ. ഓക്കെ, റിപ്പൾഷനാണ് നടക്കുക. ഇവിടെ എന്താ ഒരേപോലത്തുള്ള പോൾസ് ആണോ? ഇവിടെ അല്ല. എന്താ, രണ്ട് വ്യത്യസ്ത പോൾസ് ആണ്. വ്യത്യസ്ത രണ്ട് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതെ, അട്രാക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, വ്യത്യാസമുള്ള രണ്ട് ധ്രുവങ്ങൾ അല്ലെങ്കിൽ പോൾസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ മക്കളെ? ആകർഷിക്കുള്ളൂ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ രണ്ട് വ്യത്യസ്ത പോൾസ് ആണ്. അവിടെ എന്ത് നടക്കും? എന്താ, അട്രാക്ഷൻ ഓർ ആകർഷണമായിരിക്കും നടക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എന്തുണ്ട്, രണ്ട് പോൾസ് ഉണ്ട് അല്ലേ. ഇവിടെ എന്താ, വ്യത്യാസമുള്ള പോൾസ് ആണ് അല്ലേ. ഇവിടെ വ്യത്യാസമുള്ള പോൾസ് ആണ് അല്ലേ. സോറി, ഇവിടെ എന്താണ്, സെയിം പോൾസ് ആണ്. ആ സെയിം പോൾ ആണെങ്കിൽ എന്ത് മാത്രം നടക്കുള്ളൂ? ആകർഷിക്കില്ല. ഇനി ഡിഫറെൻ്റ് ആയ രണ്ട് ആൾക്കാരാണെങ്കിലോ എന്തേ നടക്കുള്ളൂ? എന്തേ നടക്കുള്ളൂ? അതെ, ആകർഷണമാണ് നടക്കുക. ഡിഫറെൻ്റ് ആയ ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആകർഷിക്കൂ. നിങ്ങൾ ഇത്ര മാത്രം ഓർമ്മിച്ചാൽ മതി. ഓക്കെ, നമുക്കിനി ഈ ഒരു പിക്ചർ ഒന്ന് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പെയർ ഓഫ് മാഗ്നറ്റ് ആണ് ഇത്. ഇവിടെ രണ്ടറ്റത്തും നോർത്ത് സൗത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോൾസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ധ്രുവങ്ങളാണ്. എന്ത് നടക്കും? അതെ, ആകർഷണം അല്ലെങ്കിൽ അട്രാക്ഷൻ നടക്കും. ഇനിയോ നമ്മളെ സെക്കൻഡ് പെയർ ഓഫ് മാഗ്നറ്റ് ആണ് ഇത്. ഇവിടെ എന്താ, രണ്ടടുത്തടുത്ത് എന്താ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോൾസ് തന്നെയാണ്. അപ്പൊ എന്തേ നടക്കുള്ളൂ? അതെ, ആകർഷണം അല്ലെങ്കിൽ എന്താണ്, അട്രാക്ഷനാണ് നടക്കുക അല്ലേ. ഇനി മൂന്നാമത്തെ മാഗ്നറ്റ്സ് ആണ്. ഇവിടെ രണ്ടടുത്തടുത്ത് എന്താ ഉള്ളത്? നോർത്ത് നോർത്ത് അല്ലേ. രണ്ടും ഒരേപോലത്തുള്ള പോൾസ് ആണ്. ഒരേപോലത്തുള്ള പോൾസ് അട്രാക്ട് ചെയ്യോ? ഇല്ല. അവിടെ എന്തേ നടക്കുള്ളൂ? എന്താ നടക്കുള്ളൂ? റിപ്പൾഷൻ അല്ലേ. എന്താ, റിപ്പൾഷൻ അല്ലെങ്കിൽ വികർഷണം. റിപ്പൾഷൻ അല്ലെങ്കിൽ വികർഷണമാണ് നടക്കുക അല്ലേ. ഇനി രണ്ടടുത്തടുത്തുള്ള പോൾസ് നോക്കിക്കേ. എസും എസും ഒരേപോലത്തുള്ള പോൾസ് ആണ് അല്ലെ, ലൈക്ക് പോൾസ് ആണ്, ഒരേപോലുള്ള പോൾസ് ആണ്. അവിടെ എന്താ നടക്കുക? അവിടെ എന്താ നടക്കുക? ഒരേപോലത്തുള്ള ആൾക്കാർ അട്രാക്ട് ചെയ്യൂ? ഇല്ല. എന്തേ നടക്കുള്ളൂ? അവിടെയും റിപ്പൾഷനാണ് നടക്കുക അല്ലെങ്കിൽ വികർഷണമാണ് നടക്കുക അല്ലേ. ഓക്കെ, അപ്പൊ മേലെ മിസ് എഴുതിയില്ലല്ലേ. ഇവിടെ എന്തേ നടക്കുള്ളൂ? നിങ്ങൾ നോക്കിക്കോ. എന്താ, ഡിഫറെൻ്റ് ആണ്. അപ്പൊ അവിടെ അട്രാക്ഷൻ ഓർ ആകർഷണം നടക്കും. ഇവിടെ എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പോൾസ് ആണ്. അട്രാക്ഷൻ ഓർ ആകർഷണം നടക്കും. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ എങ്ങനെയൊക്കെയാണ് അട്രാക്ഷൻ നടക്കുക, എങ്ങനെയൊക്കെയാണ് റിപ്പൾഷൻ നടക്കുക എന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് പിക്ചർ തന്നിട്ട് അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ എന്നുള്ള കാര്യം മസ്റ്റായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നൊരു ടോപ്പിക് ആട്ടോ ഇത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരേപോലത്തുള്ള പോൾസ് ഉണ്ട് അല്ലേ. നിങ്ങൾ നോക്കിക്കോ, ഒരേപോലുള്ള പോൾസ് ഉണ്ട് അല്ലേ. ഒരേപോലുള്ള പോൾസ് വന്നാൽ എന്ത് പറയും? നമുക്കതിനെ സജാതീയ ധ്രുവങ്ങൾ അല്ലെങ്കിൽ ലൈക്ക് പോൾസ് എന്ന് പറയാം. അപ്പോൾ ഒരേപോലത്തുള്ള ആൾക്കാർ എന്തേ ചെയ്യുള്ളൂ? വികർഷിക്കും
ആകർഷിക്കും അല്ലെങ്കിൽ എന്താ റിപ്പൽ ചെയ്യും. ഇനി ഡിഫറെൻറ്റ് പോൾസിലെ എന്നും എസ്സും അതുപോലെ എസ്സും എന്നും ഡിഫറെൻറ്റ് പോൾസ് ഉണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം? വിജാതീയ ധ്രുവങ്ങൾ. അത്തരം പോൾസിന് അത്തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ. എന്താണ് പറയുക? അൺലൈക്ക് പോൾ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അതെ, അട്രാക്ഷൻ നടക്കും അവിടെ, അല്ലെങ്കിൽ എന്താ ആകർഷണം നടക്കും. ഓക്കെ, അപ്പൊ പോൾസും നിങ്ങൾ പഠിച്ചു വെക്കണം. പോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആകർഷണമാണോ വികർഷണമാണോ, അതായത് അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ പഠിച്ചു വെക്കണം. പിന്നെ എന്താ, ആ ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് പോൾസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരേപോലത്തെ ആൾക്കാർ എന്താണ്? ആകർഷിക്കില്ല. ബട്ട് വ്യത്യസ്തതയുള്ള ആൾക്കാരാണെങ്കിലോ, വ്യത്യസ്തതയുള്ള ധ്രുവങ്ങളാണെങ്കിലോ അതെ ആകർഷിക്കും. ഇപ്പം നമ്മളെ ഈ ഒരു ചാപ്റ്റർ അല്ലെ, ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അട്രാക്ഷനും റിപ്പൾഷൻ എന്ന് പറയുന്നത്. നന്നായി പഠിക്കുക. അപ്പം മിസ് ഒന്നുകൂടി പറയാണ്, നമ്മളെ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാത്ത മക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മൾ തേഴ്സ്ഡേ ആണ് എന്ത് ചെയ്യുന്നത്, സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്താ ഇങ്ങോട്ടേക്ക് പോരും എന്ന് നമുക്ക് ആപ്പിൽ കാണാം അല്ലേ.